ഓരോരുത്തരുടെയും രീതിയും ശീലവും ഒക്കെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇത്ര വീട് തരാമെന്നൊക്കെ പറയുമ്പം ചിലർ ആ വീട് തരുമോ, അതിന് പൈസ തരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ആ വഴിക്ക് തന്നെയാണ് ഇപ്പോഴും LDF സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ അതേ വഴിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ LDFന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ജനങ്ങൾ LDFന് സമ്മാനിക്കുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. CPIMൻ്റെ വ്യക്തമായ നില അറിയാമെങ്കിലും ഒന്നിരിക്കട്ടെ എന്ന് വെച്ച് CPIMനെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചതാണ്. അതിനിപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഉന്നയിക്കപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലക്ക് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെല്ലാവരും ജീവിക്കുകയാണല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന കണക്കുകളുണ്ടോ, വീടുകളുണ്ടോ? അപ്പോൾ ഒരു തരത്തിലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രത്യേക മികവ് അദ്ദേഹത്തെ പോലുള്ളവർ കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. മുന്നിലുള്ളത് കൂടുതൽ വളർച്ച നേടുക, ഇതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പായി കണ്ടാൽ പോരാ, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ ജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ കാലത്തും ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ആ വഴിക്ക് തന്നെയാണ് ഇപ്പോഴും LDF സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ അതേ വഴിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ LDFന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ജനങ്ങൾ LDFന് സമ്മാനിക്കുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ബിഷപ്പുമാരുമായി സംസാരിക്കാൻ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള വാർത്ത. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടില്ല. മാത്രമല്ല, ഈ പ്രതിപക്ഷം പാർലമെന്റിൽ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? FCRAയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇത് ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുക്കണം. ജനങ്ങളിൽ ഒരു വിഭാഗത്തെ സംശയത്തോടെ വീക്ഷിക്കുന്ന നില ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നില ചില വിഭാഗം ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുകയാണ്. ഇതൊരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഉണ്ടായതല്ല, കുറേ നാളായി അത് തുടരുകയാണ്. ഈ ആശങ്ക ലഘൂകരിക്കത്തക്ക നിലപാടുകളല്ല വന്നിട്ടുള്ളത്. ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ മാത്രമേ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. അതിലേറ്റവും കടുത്തതാണ് ഈ പറഞ്ഞ FCRA. ഇത് ന്യൂനപക്ഷ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അത് ആ നിലക്ക് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റും അത് പങ്കുവെക്കുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇത് പിൻവലിക്കണമെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുണ്ടാക്കുന്ന ലാഭത്തെ കൊണ്ടല്ല. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ സഹായം പല വഴിക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ആളുകൾ പല സ്ഥലത്ത് ജോലി ചെയ്ത് നൽകുന്ന സംഭാവനകളുമുണ്ട്. ഇതിനെല്ലാം വല്ലാത്തൊരു ചിത്രം ചാർത്തി അതിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയും തങ്ങളുടെ കയ്യിലേക്ക് എടുക്കുകയും ഗവൺമെൻറ് കയ്യിലേക്ക് എടുക്കുകയും ചെയ്യുന്നത് എന്തൊരു നീതിയാണ്. അപ്പോൾ നീതികേടാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ മതാധ്യക്ഷന്മാർ പലരും ഇതിനെതിരെ ശക്തമായ വികാരം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് ഈ കാര്യത്തിലുള്ള വികാരം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇത് പിൻവലിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഏതായാലും നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഗുണകരമായിട്ടുള്ളതല്ല. ഇവിടെ ഇത് നടപ്പാക്കുന്നവരാര് എന്താണ് പ്രശ്നം? നടപ്പാക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വം ആർക്കാ? RSSനാണ്. RSS രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടതിൽ 2 പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി രാജ്യത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, പലയിടത്ത് നടക്കുകയല്ലേ. സംഘപരിവാറല്ലേ അതിൻ്റെ നേതൃത്വത്തിലുള്ളത് അത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന്. സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരയാകുന്നവർക്ക് സംരക്ഷണം ഗവൺമെൻറ്റിൽ നിന്നുണ്ടോ? അപ്പോഴും ആക്രമിക്കുന്നവർക്കല്ലേ സംരക്ഷണം, അക്രമികളുടെ കൂടെയല്ലേ നിൽക്കുന്നത്. എന്തുകൊണ്ടാണത്? നേരത്തെ പറഞ്ഞ നയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നീതിന്യായ സംഹിതയിൽ ഏതെങ്കിലും ഗവൺമെൻറ് അക്രമികളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അക്രമികളുടെ കൂടെ നിന്ന അനുഭവമല്ലേ ഇവിടെയുള്ളത്. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരമൊരു നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അന്ന് തന്നെ RSSനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അതിലാണ് എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ആ സ്ഥാപനം പിടിച്ചെടുക്കുകയും അത് തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുക എന്നത് എന്തൊരു നീതിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അനുഭവം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അനുഭവം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീതി ഉയർന്നു വന്നിട്ടുള്ളത്. അതൊരു അടിസ്ഥാനരഹിതമായ ഭീതിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം കാണുന്നത് അത് അടിസ്ഥാനമുള്ള ഭീതിയാണ് എന്ന് തന്നെയാണ്. കേരളത്തിൽ വീടുകൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് 4,43,000 വീടുകൾ UDF കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ 4,000 വീടുകളെ നിർമ്മിച്ചുള്ളൂ എന്ന് അങ്ങ് ഒരു യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുക? ഇതില് ഞാൻ നുണ പറഞ്ഞതല്ല. ഇപ്പോൾ
11-16 കാലത്തെക്കുറിച്ച് ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എത്ര വീട് നിർമ്മിച്ചു എന്നത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും കണക്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ചതോ നാടിൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നതോ അല്ല ഈ 4 ലക്ഷം. നമ്മുടെ നാട്ടിലെല്ലാവരും ജീവിക്കുകയാണല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന കണക്കുകളുണ്ടോ, വീടുകളുണ്ടോ? അപ്പോൾ ഒരു തരത്തിലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രത്യേക മികവ് അദ്ദേഹത്തെ പോലുള്ളവർ കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, UDF കാലത്ത് ഈ ലൈഫ് മിഷൻ പോലുള്ള ഒരു കേന്ദ്രീകൃത ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. ചെറിയ തുക കൊടുത്ത് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ. ആ പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചവർ, നിർമ്മിക്കാൻ പുറപ്പെട്ടവർ പാവങ്ങളല്ലേ, വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ലൈഫ് മിഷൻ വന്നപ്പോഴുള്ള അനുഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? വിവിധ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിക്കുന്നതിൽ തടസ്സം വന്ന് വഴിക്കിട്ടുപോയ വീടുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുത്തത്. കാരണം അന്നത്തെ പൈസ വീട് നിർമ്മിക്കാൻ തികയുമായിരുന്നില്ല. പിന്നെ ഈ പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാനും പറ്റില്ല. ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ലൊരു വീട് നിർമ്മിക്കാനാവും. ഈ പുതിയ പദ്ധതി വന്നപ്പോൾ പഴയ കണക്ക് ഏതായാലും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഏത് ലെവൽ വരെ എത്തിയോ അത് കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി വരുന്ന എത്രയാണോ അത് കൊടുക്കുക എന്നുള്ള നിലപാടാണ് ആ ലൈഫ് മിഷൻ പദ്ധതിയിലെടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, അന്ന് 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമാണല്ലോ 2016. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കണക്കല്ല, ഓരോ കൂട്ടറും ഓരോ മേഖലയും കൊടുത്തിട്ടുള്ള കണക്കുകളുടെ വീടുകളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതെല്ലാം കൂട്ടിയാൽ ആകെ ഞാൻ പറഞ്ഞ 4000 എത്തും, അതിനപ്പുറത്തില്ല. ഇത് ഉമ്മൻചാണ്ടി തന്നെ അസംബ്ലിയിൽ വ്യക്തമാക്കിയ കണക്കാണ്. അപ്പോൾ ഞാൻ നുണ പറയുന്നതല്ല, നുണ നാട്ടിൽ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. നുണയെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോ ശൈലികളുണ്ട്. CPIMൻ്റെ പതിവും രീതികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൃത്യമായി ഈ പിരിച്ച തുക ഏതാവശ്യത്തിനാണോ ആ ആവശ്യത്തിന് ചെലവിടും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും ഏത് കാര്യത്തിനും CPIM പണം പിരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ആ പിരിച്ച പണം ഏതാവശ്യത്തിനാണോ അതിന് ചെലവിടുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ CPIMനെ വിശ്വാസത്തിലെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ
അതിന് തന്നെ നിർവഹിക്കുമെന്ന ധാരണയിൽ പണം നൽകുകയും ചെയ്യും. ഇതിനു മുൻപും വിവിധ സ്ഥലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായപ്പോൾ CPIM സഹായിച്ചിട്ടുണ്ട്. എല്ലാം ആ പിരിച്ച പണം മുഴുവൻ സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ CPIMൻ്റെ വ്യക്തമായ നില അറിയാമെങ്കിലും ഒന്നിരിക്കട്ടെ എന്ന് വെച്ച് CPIMനെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചതാണ്. അതിനിപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഉന്നയിക്കപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലക്ക് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞു. പിരിച്ച സംഖ്യയും കൊടുത്ത സംഖ്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്, അതാണ് വസ്തുത. അല്ല, അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതിൽ അവരോടാണ് ആദ്യം ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പുനരധിവാസം വേണ്ടത്, സർക്കാർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി സഹായം തന്നാൽ ഞങ്ങൾ ഓരോ കൊമ്പത്തായി പോകും. ഞങ്ങളെല്ലാവരും കൂടി ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ടൗൺഷിപ്പിൻ്റെ ആലോചന തുടങ്ങുന്നത്. അവർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. ടൗൺഷിപ്പിൻ്റെ അത്തരമൊരു ആശയം വന്നപ്പോൾ അന്ന് തൊട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രതിപക്ഷവുമായി നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി നടത്തുന്നുണ്ട്. അവർ കൂടി സമ്മതിച്ച കാര്യങ്ങളാണ് പൊതുവെ നടപ്പാക്കപ്പെടുന്നത്. അന്ന് കണ്ടത് സ്ഥലമെടുക്കുക, വീട് നിർമ്മിക്കുക, വീട് ഏകീകൃത രൂപത്തിലാവുക, ആ വീടിന് ഇപ്പോൾ വീടിൻ്റെ ഓഫർ നൽകിയവർ കുറേ ആൾക്കാരുണ്ട്. അവരോട് പണം വാങ്ങുക, അവരിൽ നിന്ന് ഒരു വീടിൻ്റെ പണം കണക്കാക്കി ആ പണം വാങ്ങുക, വീട് ഏകീകൃത രൂപത്തിൽ നിർമ്മിക്കുക. ഇതൊക്കെ ധാരണയായ കാര്യമാണ്. പക്ഷേ അന്ന് തന്നെ ഓരോരുത്തരുടെയും രീതിയും ശീലമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇത്ര വീട് തരാമെന്നൊക്കെ പറയുമ്പം ചിലർ ആ വീട് തരുമോ, അതിന് പൈസ തരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ല എന്നിപ്പോൾ വ്യക്തമായല്ലോ. എവിടെയും കാശില്ല എന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ലല്ലോ. ഇപ്പോഴും വ്യക്തത വരുത്തുന്നില്ലല്ലോ. എവിടെയും ആ പണമില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു കാര്യത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇപ്പം മാത്രമല്ല, നാളെയും അത് ഗൗരവമായി കാണേണ്ടതാണ്. ഇതുപോലുള്ള ദുരന്തഘട്ടത്തിൽ ഇത്തരം പിരിവുകൾ നടത്തി അത് മറ്റു വഴിക്ക് സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ, അതിനെന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ഭാവിയിലും ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും അത്. ഇതിപ്പോൾ വളരെ കടന്നുപോയത് കൊണ്ട് നമുക്കിവിടെ നിർത്താൻ തോന്നും. ബാക്കി പിന്നീടാകാം.